ഇന്നത്തെ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നമുക്കൊരു സെഷനോടെ അടുത്ത ഒരു ദിവസം കൂടെ മാത്രമേ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കത്തുള്ളതോടുകൂടി നമുക്ക് ആ വിഷയം പഠിച്ചു തീർക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേഴ്സണാലിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് എ ലീഡർ. ദ പേഴ്സണാലിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് എ ലീഡർ. ഒരു നേതാവിൻ്റെ വ്യക്തിത്വവും ജീവിത ശൈലിയും. ഒരു നേതൃത്വ ഗുണം ഉള്ള ഒരു വ്യക്തിയായിരിക്കുക, ലീഡ് ചെയ്യുന്ന നേതാവായിരിക്കുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ശുശ്രൂഷയാണ്. ധാരാളം നേതാക്കന്മാർ നമുക്കുണ്ടെങ്കിലും നേതൃത്വ ഗുണമുള്ള ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നേതാക്കന്മാരിൽ നാം ഒക്കെ അസ്വസ്ഥരാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാം ശ്രദ്ധിക്കേണ്ട, ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലീഡറിൻ്റെ വ്യക്തിത്വം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി. ഇത് രണ്ടും ശ്രദ്ധിക്കുകയും ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വ വികസനത്തിലേക്ക് നേതാവ് കടന്നു വരികയും വേണം. ഒന്നാമതായി, ലീഡറിൻ്റെ വ്യക്തിത്വത്തിൽ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കുന്നവനാകണം, ആത്മാവിൽ നിറഞ്ഞവനാവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പുതിയ നിയമ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ പേഴ്സണാലിറ്റിയോടുള്ള ബന്ധത്തിൽ ഒരു ലീഡർ തന്നിൽ തന്നെ വിശ്വാസമുള്ളവനായിരിക്കണം. The best leaders not only must have faith in God and other people, but must believe in themselves. മറ്റുള്ളവരിലും ദൈവത്തിലും വിശ്വാസം അർപ്പിക്കുന്നത് പോലെ തന്നെ അത് മാത്രം പോരാ, he must believe in himself. അവനിൽ തന്നെ വിശ്വാസമുള്ളവൻ ആയിരിക്കണം. അപ്പോൾ ഒരു ടാസ്കിൻ്റെ പെർഫോമൻസ്, ഒരു ദൗത്യത്തിൻ്റെ നിർവഹണം ശരിയായ നിലയിൽ ചെയ്തെടുക്കുമ്പോൾ ഇൻസ്പിറേഷൻ ആവശ്യമാണ്. അത് ചെയ്യുന്ന ആളുകൾക്ക് പ്രോത്സാഹനവും ഉത്തേജനവും ഒക്കെ വളരെ ആവശ്യമാണ്. എന്നാൽ ആ ഉത്തേജനവും ആ താല്പര്യവും ഒക്കെ അനുഗാമികളിൽ അല്ലെങ്കിൽ ഫോളോവേഴ്സിൽ എത്തുന്നത് ലീഡറിന്റെ ആ ദർശനവും ഉത്തരവാദിത്ത ബോധവും താല്പര്യവും കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെയോ ഒരു ചർച്ചിനെയോ ഒരു കൂട്ടം ആളുകളെയോ നയിക്കുന്ന വ്യക്തിക്ക് തന്നിൽ തന്നെ വിശ്വാസമുണ്ടാവുകയും ആ തന്നിലുള്ള വിശ്വാസം തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള എന്തൂസിയാസമായിട്ട് മാറും. മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന എന്തൂസിയാസമായിട്ട് മാറും. അപ്പോൾ ഒരു എഫക്റ്റീവ് പേഴ്സണാലിറ്റിയുടെ ലക്ഷണമാണ്. വലിയ നേതാക്കന്മാരായി അറിയപ്പെടുന്നവരെല്ലാം സന്തുലിതമായ മാനസിക ഭാവം അല്ലെങ്കിൽ മാനസികാവസ്ഥ ഉള്ളവരായിരുന്നു. ടെമ്പറമെന്റ്. പെട്ടെന്ന് ചൂടാവുകയോ പൊട്ടിത്തെറിക്കുകയോ പെട്ടെന്ന് വാടിപ്പോവുകയോ ഒന്നും ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല. അതിനെ തിരുവെഴുത്തുകൾ വിളിക്കുന്നത് ഘനശാലികളായിരിക്കണമെന്ന്.
അഹങ്കാരത്തിന്റെ ഖനമല്ല, മറിച്ച് ഉത്തരവാദിത്ത ബോധത്തിന്റെ ഒരു ഖനശാലിത്തം അത് ഉള്ളവരായിരിക്കണം. ടെമ്പറമെന്റ് അത് കീപ്പ് ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ഏത് ഘട്ടത്തിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തികളെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു കഴിവ് സസ്റ്റെയിൻ ചെയ്യണം. ചിലപ്പം ഒരു കാര്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മുമ്പോട്ട് ഇറങ്ങുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, സാമ്പത്തികമായിട്ടും മാൻ പവറുമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ ഡിറ്റർമിനേഷൻ അത് വളരെ പ്രധാനമാണ്. അത് ചെയ്തെടുക്കുവാനുള്ള നിശ്ചയദാർഢ്യം, ആ വിൽ പവർ. അപ്പോൾ ഈ എന്തൂസിയാസം, തന്നിൽ തന്നെയുള്ള വിശ്വാസം, ഉത്തരവാദിത്ത ബോധം, ഇത് സസ്റ്റെയിൻ ചെയ്യുവാൻ, നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയണം. അല്ല കുറച്ച് കഴിയുമ്പോൾ ഇത് നടക്കത്തില്ല, നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയല്ല, മറിച്ച് അത് അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയുള്ള താല്പര്യം ഉണ്ടാവണം. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ഞാനൊരു 4 കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഈ സെഷനിൽ നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാനുള്ളത്. 4 കാര്യം. അത് പ്രധാനമായിട്ടും എന്തിനെ ബേസ് ചെയ്താണ്? ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ ദംസെൽഫ്, ഹിംസെൽഫ്, അങ്ങനെ പറയുന്ന സ്വയം അംഗീകരിക്കുന്ന, സ്വയം വിശ്വസിക്കുന്ന ആ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. ഒന്ന്, നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം. ലുക്ക് ഇൻസൈഡ്. പലപ്പോഴും നാം ദൈവത്തിങ്കിലേക്ക് നോക്കും, മറ്റുള്ളവരിലേക്ക് നോക്കും. ഇത് ആവശ്യമായ കാര്യമാണ്. മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിങ്കിലേക്ക് നമ്മളുടെ ഹൃദയത്തെ ഉയർത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു ലീഡർഷിപ്പിന്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എപ്പോഴും ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് തന്നോട് തന്നെയുള്ള സംഘർഷം. തൻ്റെ വ്യക്തിത്വത്തോടും തൻ്റെ മനസ്സിനോടുമുള്ള സംഘർഷം, അത് തൻ്റെ മനസ്സിനോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. അത് ഒരു പോരാട്ടം പോലെ, പോരാട്ടം എന്ന് ഉദ്ദേശിച്ചത് ഒരു സംഘർഷം പോലെ, ഒരു വടംവലി പോലെ തന്നോട് തന്നെ വാദിക്കുകയും ചെയ്യുന്ന ഒരു സംഘർഷാവസ്ഥ ഓരോ ലീഡറിനും ഉണ്ടാവും. അത് മറ്റാർക്കും അറിയില്ല. തന്നിൽ തന്നെയുള്ള വലിയൊരു ആത്മസംഘർഷമാണ്. അനുയായികളായിട്ടുള്ള ആളുകളെല്ലാം അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരോടായിരിക്കും? ലീഡറിനോടായിരിക്കും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളിലും അവരുടെ അറിയിപ്പുകളിലുമൊക്കെ ആത്മവിശ്വാസക്കുറവിന്റെ വാക്കുകൾ ഉണ്ടാകും. ഇത് നടക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, ഉത്സാഹക്കുറവുള്ള ആളുകളുണ്ട്, ഉപേക്ഷിച്ചിട്ട് പോകുവാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്, ഈ കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കൺവിക്ഷൻ ഇല്ലാത്ത, ഉറപ്പില്ലാത്ത ആളുകളുണ്ട്. ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ലീഡറിനോടാണ്. അപ്പോൾ ഒരു വലിയ ടാസ്കിന്റെ അല്ലെങ്കിൽ ഒരു വലിയ ശുശ്രൂഷയുടെ മുമ്പിൽ നിൽക്കുന്ന ലീഡർ തൻ്റെ അനുയായികൾ കൊണ്ടുവരുന്ന വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വിഷയങ്ങളുമൊക്കെ താൻ സ്വീകരിക്കുകയും കേൾക്കുകയും വേണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം താൻ കേൾക്കുമ്പോൾ താനും ഒരു കൺഫ്യൂഷനിലാവുകയും
സംശയത്തിലേക്ക് തിരിയുകയും കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തൻ്റെ ദൗത്യത്തിൽ വലിയ പരാജയം ഉണ്ടാകുവാനിടയാകും. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ ഉത്സാഹക്കുറവോ അവരുടെ കൺഫ്യൂഷൻസോ അവരുടെ ദർശനമില്ലായ്മയോ ഒക്കെ ലീഡറുമായി പങ്കുവെക്കുമ്പോൾ ലീഡർ ഒരിക്കലും ആ വിഷയത്തിൽ ചഞ്ചലചിത്തനായി തീർന്ന് ഒരു കൺഫ്യൂഷൻ തനിക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, തന്നോട് തന്നെയുള്ള തൻ്റെ സംഘർഷാവസ്ഥ. രണ്ട്, താൻ കേൾക്കുന്ന തനിക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ഉത്സാഹക്കുറവിൻ്റെയും ദർശനമില്ലായ്മയുടെയും ഒക്കെ സംഘർഷാവസ്ഥ. ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു വലിയ പോരാട്ടം തൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും നേരിടുമ്പോൾ വ്യക്തമായ ഒരു കൈത്താങ്ങൽ, ഒരു ദർശനം ഉണ്ടാകുന്നില്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയെ അത് ദോഷകരമായി ബാധിക്കും. അപ്പൊ നിരന്തരമായിട്ട് നെഗറ്റീവാണ് നാം കേൾക്കുന്നതെങ്കിൽ, നിരന്തരം നെഗറ്റീവ് കേൾക്കുക. അപ്പൊ അങ്ങനെ നെഗറ്റീവ് കേട്ട് കേട്ട് ചില ദൗത്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്. അത് നടക്കത്തില്ല എന്നൊക്കെ. അപ്പോൾ ഈ വിധത്തിലുള്ള സംഘർഷാവസ്ഥ ഒരു ലീഡർഷിപ്പിൽ നേരിടുമ്പോൾ അതിനെ വളരെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യുവാൻ ഒരു വ്യക്തി ശ്രമിക്കുന്നില്ല എങ്കിൽ ആ ലീഡർഷിപ്പ് പരാജയമായിട്ട് മാറും. അപ്പൊ അവിടെയാണ് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആവശ്യമുള്ളത്. ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. അതാണ് ലുക്ക് ഇൻസൈഡ് എന്ന് പറയുന്നത്. തന്നെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചും തന്നിലേക്ക് ദൈവം പകർന്നിരിക്കുന്ന ദൈവിക ശക്തിയെക്കുറിച്ചും ദൈവാലോചനയും ദൈവത്തിന്റെ അരുളപ്പാടുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നിവർത്തിക്കുവാൻ വേണ്ടിയുള്ള ദൈവം തുറക്കുന്ന വഴികളെയാണ് കാണേണ്ടത്. അപ്പൊ എനിക്കിത് സാധിക്കുമോ എന്നുള്ള സംശയമല്ല, എൻ്റെ കൂടെയുള്ളവരിൽ കൊണ്ട് ഇത് നിവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയമല്ല, മറിച്ച് ദൈവം ഇത് പരമേൽപ്പിച്ചത് കൊണ്ട് ഇത് നടന്നേ പറ്റൂ, ഇത് നടക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം, കൺവിക്ഷൻസ് ഉണ്ടാവണം. അതാണ് ഉത്തമമായ ഒരു ദൗത്യബോധം എന്ന് പറയുന്നത്. അപ്പൊ പല ആളുകളും തന്നിൽ തന്നെ വിശ്വാസമില്ലാത്തവരായി മാറുന്നുണ്ട്. അപ്പൊ ഓരോ വ്യക്തിയുടെയും ഓരോ ലീഡറിന്റെയും ചെയ്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും തന്നിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ചുമുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അപ്പൊ അതിനാവശ്യമുള്ളത് നമ്മുടെ പ്രവർത്തന മേഖലയെക്കുറിച്ചുള്ള ഒരു ദാർശനികമായ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയും. ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഓഫ് വർക്ക്. തത്വാധിഷ്ഠിതമായി
ആ ഒരു പ്രവർത്തന മേഖലയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കണം. അപ്പൊ സ്വയം ചുരുങ്ങിപ്പോകുന്ന, ചെറുതായി പോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ താഴെത്തട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരു പക്ഷെങ്കിൽ പതറിപ്പോകും. ചിലരൊക്കെ പതറിപ്പോകുന്നു മാത്രമല്ല, ഇനി നേരത്തെ ഒരാളോട് പറയണം, എനിക്ക് വേണ്ട, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ നിങ്ങളങ്ങ് സംസാരിച്ചു, ഇങ്ങനെ ഈ അവോയ്ഡ് ചെയ്യുന്ന, ഒഴിഞ്ഞു മാറുന്ന ഒരു ശീലം പലപ്പോഴും ഉണ്ടാകും. ഒഴിഞ്ഞു മാറുക, കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതെന്താ കാര്യം എന്നറിയാമോ? ഞാൻ എന്തോ പറയാനാ എന്നുള്ള ഒരു ചിന്ത. ഞാൻ എന്നെക്കാട്ടി വലിയവരില്ലേ മറ്റവരൊക്കെ, അവരൊക്കെ പറയട്ടെ. അപ്പൊ സ്വയം ചെറുതാകുന്ന, സ്വയം നിഷേധിക്കുന്ന, സ്വയം വിശ്വാസമില്ലാതെ പോകുന്ന ഒരവസ്ഥ, അതൊരു ലീഡറിന് ഉണ്ടാകുവാൻ പാടില്ല. അപ്പൊ അതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മൾ നമ്മെ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. എനിക്കിതിന് കഴിയും, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു, ഈ അവസരം എനിക്ക് ദൈവം നൽകിയതാണ്, ഈ ദൗത്യം എന്റേതാണ്, ഇതെനിക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുത്തേ മതിയാകത്തുള്ളൂ. അത് ലീഡർഷിപ്പിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസം എന്നതോ, എന്താ വിശ്വാസത്തിന്റെ നിർവചനം എങ്ങനെയാ പറയുന്നത്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അപ്പൊ നമ്മളിത് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്, അല്ലേ? എനിക്കൊരു സ്വർഗം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഒരു സൗഖ്യം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കിട്ടും. അത് പ്രാക്ടിക്കൽ ലൈഫിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പം എന്നിൽ തന്നെ ഞാൻ വിശ്വസിക്കുമ്പോൾ, എന്നിൽ തന്നെ ഞാൻ വിശ്വാസം അർപ്പിക്കുമ്പോൾ, അത് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷെ വിശ്വാസം എന്നുള്ള ആ ഒരു വിഷയം എന്നിൽ തന്നെ അർപ്പിക്കുമ്പോൾ, ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ, ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. കാണാത്ത മേഖലകളിലേക്ക്, പോയിട്ടില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടന്നു ചെല്ലുവാൻ കഴിയും. കാരണം ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ വ്യക്തിത്വത്തെ, എന്നിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയെ, എന്നിലുള്ള ദൈവിക ദൗത്യത്തെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ആ വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെയും കൂടെ നിശ്ചയമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്, നമുക്ക് നമ്മെ തന്നെ വിശ്വസിക്കുവാൻ കഴിയണം. എന്നെ ദൈവം വിളിച്ചതാണ്, എന്നെ ദൈവം ഇത് ഏൽപ്പിച്ചതാണ്, ഇത് ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ കരം എന്നോട് കൂടെയുണ്ട്. ആ രീതിയിൽ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഒന്നാമതായിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റി ക്വാളിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം. ദൈവം എന്നെ ഇത് പരമേൽപ്പിച്ചിരിക്കുന്നു, ഈ തലമുറയിൽ ഈ കാര്യം ചെയ്യുവാൻ ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്കിത് ചെയ്തെടുക്കുവാൻ കഴിയും. അത് പ്രസംഗമായാലും, അത് മറ്റെന്തെങ്കിലും ഒരു ദൗത്യമായാലും, ആ രീതിയിൽ നമ്മളുടെ അസൈൻമെന്റ്സിനെ, ദൈവം നമ്മെ പരമേൽപ്പിച്ച അസൈൻമെന്റ്സിനെ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അപ്പൊ ആ മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ആ തിരിച്ചറിവാണ് നമ്മോട് കൂടെയുള്ളവർക്ക് എന്ത് നൽകുന്നത്? എൻകറേജ്മെന്റ് നൽകുന്നത്, എന്തൂസിയാസം നൽകുന്നത്. അപ്പൊ അവരിലേക്ക് നമുക്ക് എന്തൂസിയാസം നൽകുവാൻ കഴിയുമ്പോഴാണ് ആ ദൗത്യം വിജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മസംഘർഷത്തെ, നമ്മോട് തന്നെയുള്ള ആത്മസംഘർഷത്തെ മറികടക്കുവാൻ നാം നമ്മിലേക്ക് തന്നെ നോക്കണം. എന്നിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനങ്ങളെ ഓർക്കണം, ദൈവം കൊണ്ടുവന്ന വഴികളെ ഓർക്കണം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, മറ്റുള്ളവർ പറയുന്ന വിമർശനങ്ങളും പരാതികളും എല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രോത്സാഹനമായിട്ടുള്ളത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതാണ് വിശ്വാസം. അപ്പം ആ ഒരു വിശ്വാസം അർപ്പിച്ചു കഴിയുമ്പോൾ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുവാൻ കഴിയണം. ഈ
പിന്നെ പോൾ യോങ്കിച്ചോയുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ, ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? കാണാത്ത കാര്യങ്ങളെ അങ്ങ് വിശ്വസിക്കുകയാണ്. എങ്ങാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ബാങ്കിൽ ചെന്ന് അദ്ദേഹം ലോൺ എടുത്ത കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കടം ചോദിച്ചു, അദ്ദേഹത്തിന് ലോൺ കിട്ടത്തില്ല, നിങ്ങൾക്ക് ലോൺ തരാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പലതവണ ഇങ്ങനെ നടത്തുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ ഭൂരിപക്ഷം ആളുകളുടെയും അക്കൗണ്ടൊക്കെ ഉള്ള ഒരു ബാങ്കാണ്. അവസാനം അവർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങൾ എനിക്ക് തരുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഇത്ര 1000 അക്കൗണ്ടുകൾ ഞങ്ങൾ വേറെ ബാങ്കിലേക്ക് മാറ്റും. അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു, എനിക്കിത് കിട്ടും അല്ലേ, ആ ഒരു കാര്യം. അതുപോലെ അദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങളിൽ വിശ്വാസം, അതായത് കാണാത്ത കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്യുന്നു, മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കുന്നു. അത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നു. അപ്പം ആ ഒരു 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 സ്റ്റെപ്പാണ് ഒന്നാമതായിട്ട് ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ടത്. തന്നിൽ തന്നെ വിശ്വസിക്കുക, ആ വിശ്വാസം കാണാത്ത കാര്യങ്ങളെ കൂടെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ 5 വർഷത്തിന് ശേഷം, 10 വർഷത്തിന് ശേഷം, 15 വർഷത്തിന് ശേഷം എന്തായിരിക്കണം ഞാൻ, എന്തായിരിക്കണം എൻ്റെ ദൗത്യം, ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ പ്ലാൻ ചെയ്യുവാനൊക്കെ കഴിയും. എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ലായിരിക്കും, പക്ഷെങ്കിൽ പല ഉത്തരവാദിത്തങ്ങൾ പല കപ്പാസിറ്റിയിലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുവാൻ കഴിയും. അപ്പം അത് ദൈവികമായ ഒരു ദർശനവും ദൗത്യവും ആയി തീരുന്ന ഉടനെ അത് നിശ്ചയമായിട്ടും അത് നടക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പദ്ധതികളെ തയ്യാറാക്കാം. അല്ലെങ്കിൽ ആ ഫിലോസഫി ഫോർ എ വർക്ക്, അതിൻ്റെ ഒരു എന്താണ് പ്രവർത്തന തത്വങ്ങൾ ഉണ്ടാക്കി നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. അത് നമ്മുടെ കൂടെയുള്ളവരെയും എൻകറേജ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ എൻകറേജ്മെന്റും നമ്മുടെ വിശ്വാസവുമാണ് നമ്മുടെ ഫോളോവേഴ്സിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ എന്തൂസിയാസം, നമ്മുടെ വിശ്വാസം, ഇത് കണ്ടുകൊണ്ടാണ് ഫോളോവേഴ്സ് അവരുടെ ദൗത്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പറയും നമ്മുടെ പ്രസിഡന്റ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയാണ്, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത്, ആ ദർശനത്തോട് ചേർന്ന് അവർ നിന്നുകൊള്ളു. അപ്പം വിമർശനങ്ങളെ നമ്മൾ ഒരു പരിധിവരെ മനസ്സിലാക്കുക, ക്ഷീണിപ്പിക്കുന്ന വാക്കുകളെ ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കുക. അവയൊന്നും നമ്മുടെ ദർശനത്തെ ബാധിക്കുന്ന രീതിയിലാവരുത്, നമ്മുടെ കറക്ഷൻസിന് വേണ്ടി മാത്രം ആയിരിക്കണം. എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമേ അതിനെ കാണാവൂ. അത് ആ ദൗത്യം ഉപേക്ഷിക്കുവാനുള്ള കാരണമായി തീരരുത്. കറക്ഷൻസിന് വേണ്ടി മാത്രമുള്ള കാര്യമായിരിക്കണം. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റെക്കഗ്നൈസിങ് യുവർ ഐഡന്റിറ്റി. നിങ്ങളുടെ ഐഡന്റിറ്റിയെ, നിങ്ങളുടെ സ്വത്വത്തെ, നിങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് യുണിക്നെസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ഫോർ എ ലീഡർ. സവിശേഷത, തനിക്ക് മാത്രമുള്ള സവിശേഷതയും തൻ്റെ വ്യക്തിത്വവും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മറ്റൊരാളെ പോലെ അല്ലല്ലോ, അവരങ്ങനെയൊക്കെ ചെയ്യുന്നു, എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. നോ, അവരങ്ങനെ ചെയ്തോട്ടെ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല ദൈവം ഈ വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കും. ആ വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു, ഈ വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുവാനോ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാനോ അല്ല. നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ ഐഡന്റിറ്റി, അത് യുണിക്നെസ് ഉള്ളതാണ്. അത് വ്യക്തിപരമായി ദൈവം നമ്മെ പരമേൽപ്പിക്കുന്ന കാര്യമായിട്ട് നമ്മൾ കാണണം. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അതെന്തല്ല, റിബല്യൻ അല്ല. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് എതിർത്ത് നിന്ന് അവരെല്ലാം വിമർശിച്ച് ഞാൻ മാറി നിന്ന് മറ്റൊരു കാര്യം ചെയ്യുന്ന ആളെന്നുള്ള അർത്ഥമല്ല. അതുപോലെ ഐസൊലേഷൻ അല്ല, എല്ലായിടത്തു നിന്നും മാറി നിന്നിട്ട് ഞാൻ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു, അങ്ങനെയുള്ള ഒരു ഐസൊലേഷനുമല്ല. അപ്പം ഈ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് റിബല്യൻ അല്ല, ഐസൊലേഷൻ അല്ല. അത് കുറച്ചും കൂടെ വ്യക്തതയുള്ള ഒരു ദൗത്യമായിട്ട് മാറും. എന്നെ ദൈവം ഏൽപ്പിച്ചത് ഇതാണ്, അതുകൊണ്ട് ആ കാഴ്ചപ്പാടിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്, എന്നെയാണ് ദൈവം ഈ കാര്യം ഏൽപ്പിച്ചത്. അപ്പം ആ രീതിയിലുള്ള ഒരു എന്താണ് ഇൻഡിവിജ്വാലിറ്റി, നമ്മുടേതായ പ്രത്യേകത, നമ്മുടെ ശുശ്രൂഷയുടേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം.
അപ്പൊ നമ്മുടെ വചന ശുശ്രൂഷയിലൊക്കെ ആണെങ്കിലും ചില ആളുകൾ മറ്റുള്ളവരെയൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ അനുകരിക്കാറുണ്ട്. അവരുടെ വാക്കുകളെ, അവരുടെ പ്രസംഗങ്ങളെ, അവരുടെ തമാശകളെ, അവരുടെ ശൈലി, ഇതൊക്കെ ചെയ്യാറുണ്ട്. ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തത് കൊണ്ട്, ഇപ്പൊ ഒരാൾ പ്രസംഗിക്കുന്നത് പോലെ അല്ല വേറൊരാൾ പ്രസംഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ആള് മോശമാണെന്ന് വരുന്നില്ല. ആ ആളിന്റെ സമീപന രീതി വേറെയാണ്. അത് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വാലിറ്റിയാണ്. അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചതും അദ്ദേഹത്തെ ദൈവം നടത്തിയതും തൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിച്ചു കൊണ്ടുവന്നതും ഒക്കെ യുടെ ഫലമായിട്ട് വരുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വസ്തുത അത് മറ്റുള്ളവരുമായിട്ട് വ്യത്യസ്തനാകുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല, മറിച്ച് നാം തന്നെ ആയിത്തീരുകയാണ്. നാം തന്നെ ആയിത്തീരുകയാണ്. നമുക്ക് മറ്റു ആരെയും അനുകരിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരാളെ പോലെ ആകേണ്ട ആവശ്യമില്ല. നാം തന്നെ ആയിത്തീരുന്ന ഒരു അനുഭവത്തെയാണ് നമുക്ക് അത് കാണുവാൻ കഴിയുന്നത്. അപ്പൊ അത് നമ്മളുടെ ജീവിതത്തിന്റെ പൈതൃകത്തെ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഹെറിറ്റേജും പൈതൃകവും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും അത് വളർന്നു വരുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. അത് മറ്റുള്ളവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റിന് വേണ്ടിയുള്ള ഒരു ഐഡന്റിറ്റി അല്ല, മറിച്ച് ഞാനാണ് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമതായിട്ട് ലുക്ക് ഇൻസൈഡ്, നമ്മിൽ തന്നെ നോക്കി നാം വിശ്വാസമുള്ളവരായി തീരുക. രണ്ടാമതായിട്ട് നമ്മുടെ ഐഡന്റിറ്റി റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ നമ്മൾ അംഗീകരിക്കുക. മൂന്നാമതായിട്ട് നമുക്കുള്ള പ്രധാനപ്പെട്ട കാര്യം മാർക്ക് ഓഫ് മച്യൂരിറ്റിയാണ്. മാർക്ക് ഓഫ് മച്യൂരിറ്റി നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർക്ക് ഓഫ് മച്യൂരിറ്റിയാണ്. അതായത് ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ലീഡർ he must possess emotional stability. വൈകാരികമായ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സ്ഥിരത തനിക്കുണ്ടായിരിക്കണം. ഒരു എഫക്റ്റീവായിട്ടുള്ള ലീഡറിന് തൻ്റെ മാനസിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കുവാനും നിലനിർത്തുവാനും സസ്റ്റെയിൻ ചെയ്യുവാനും കഴിയുന്ന, സ്റ്റേബിൾ ആയിട്ട് നിർത്തുക. ഈ ഇമോഷണൽ EQ എന്നൊക്കെ പറയാമല്ലോ. അപ്പം ഇമോഷണൽ കോഷ്യന്റ് എന്നൊക്കെ പറയുന്ന IQ അല്ല, EQ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അതിനെ ബാലൻസ്ഡ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുവാൻ കഴിയണം. അതിനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നമ്മുടെ ഇമോഷണൽ കോഷ്യന്റിനെ നമുക്ക് മെഷർ ചെയ്യുവാൻ കഴിയുന്നത്. നമ്മുടെ EQ എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എപ്പോഴാണ്? നാം മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോഴാണ്. അപ്പൊ അവിടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ, വ്യത്യസ്തങ്ങളായ സങ്കീർണമായ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ലീഡറിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയെല്ലാം സമചിത്തതയോടെ, വൈകാരിക വിക്ഷോഭങ്ങളില്ലാതെ, അപ്പോൾ തന്നെ ആ വിഷയങ്ങളിൽ ഹൃദയം കൊടുത്തുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയണം. ചില ആളുകൾ പക്ഷം പിടിച്ച ശേഷം മറ്റു ഒരാളിനെ അങ്ങ് ഇടിച്ചു താക്കും. അപ്പൊ നമ്മുടെ സഭകളുടെ കൗൺസിലുകളോ പ്രിസ്ബിറ്ററികളോ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവശ്യമില്ലാത്തതൊക്കെ പറയും. സഭയുടെ കൗൺസിൽ കൂടുമ്പോൾ, മെയിൻ കൗൺസിലുകൾ കൂടുമ്പോൾ, പ്രിസ്ബിറ്ററി കൂടുമ്പോൾ, സഭാ കമ്മിറ്റി കൂടുമ്പോൾ, അല്ലേ, ചെറിയ ഘടകമാണ് ലോക്കൽ ചർച്ചിന്റെ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്. പാസ്റ്ററോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് ഇങ്ങനൊന്നും ചെയ്യല്ലെന്ന്. എടാ നീ ഇവിടെ ഉണ്ടായിരുന്നു, എന്നോട് ഞാൻ ചോദിച്ചില്ല, പ്രശ്നമാവുക. അപ്പൊ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല. ഒരു പക്ഷെങ്കിൽ കമ്മിറ്റി അംഗം എന്തെങ്കിലും ഇമോഷണൽ സ്റ്റെബിലിറ്റിയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും.
ക്ഷോഭിക്കുന്നവനോട് ക്ഷോഭിക്കുക, ചിരിക്കുന്നവനോട് ചിരിക്കുക, അത് ആർക്കും കഴിയുന്ന കാര്യമാണ്. ഏത് 8ാം ക്ലാസ്സുകാരനും കഴിയുന്ന കാര്യം. അതിനൊരു ലീഡർ ആവണമെന്ന്. അതേസമയത്ത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റിയാണ്. പ്രായത്തിന്റെ അല്ല, മാനസിക പക്വതയാണ്. ആവശ്യമില്ലാത്ത ഇടപാടുകൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ, ഭാവങ്ങൾ, ഇതൊന്നും ആ വ്യക്തിയിൽ നിന്നുണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോഴേ നമുക്കൊരു ആ ലീഡറിനൊരു അക്സെപ്റ്റൻസിൽ കിട്ടുകയുള്ളൂ. നാം പറയുന്ന വാക്കുകൾ, തീരുമാനങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണം, അത് ഫോളോ ചെയ്യണം. ഫോളോവേഴ്സ് ഉള്ളവനാണ് ലീഡർ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ആരെങ്കിലും കൂടെ വരാനില്ലെങ്കിൽ നമ്മൾ തനിയെ നടക്കുന്നവരാകും. ലീഡറാകുമ്പോൾ കൂടെ കുറെ ആളുകൾ കാണും. അപ്പൊ അതുകൊണ്ട് നമ്മെ അക്സെപ്റ്റ് ചെയ്യുവാൻ, അംഗീകരിക്കുവാൻ കുറച്ച് ആളുകൾ ഉണ്ടാകും. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷൻസ്, ഫ്രസ്ട്രേഷന്, കോൺഫ്ലിക്ട്സ്, ഇതെല്ലാം ഓരോ ദിവസവും മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ മാനസിക സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ജിതേന്ദ്രനായിരിക്കുക, ബി സോബർ, അങ്ങനെയാണ് തിമോത്തിയോസിനോട് പറയുന്നത്. ബി സോബർ. ശാന്തശീലനും ജിതേന്ദ്രനുമായിരിക്കണം അധ്യക്ഷൻ. ശാന്തശീലനും ജിതേന്ദ്രനുമായിരിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയണം, വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയണം. വൈകാരിക പ്രക്ഷോഭങ്ങൾ ഉള്ളവനായിരിക്കരുത്, തല്ലുകാരനരുത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ മച്യൂരിറ്റി ഇല്ലായ്മ ലീഡർഷിപ്പിന് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അനുയായികളെ പോലെ ഇടപെടുകയോ അംഗങ്ങളെ പോലെ പെരുമാറുകയോ അല്ല, മറിച്ച് ലീഡറായിട്ട് തന്നെ ഇരിക്കുകയും അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റി, മെച്യൂരിറ്റി പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരോടുള്ള റിലേഷൻഷിപ്പ്. ഒരു പാസ്റ്റർക്ക് എല്ലാവരോടും തുല്യമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും. ഒരു അധ്യാപകനാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളോടും തുല്യമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും. ഒരു ഓർഗനൈസേഷനാകുമ്പോൾ പല ലെവലിലുള്ള ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു മെയിൻ ഉത്തരവാദിത്തമുള്ള വ്യക്തിക്ക് എല്ലാവരോടും തുല്യമായ സമീപന രീതി ആയിരിക്കും. ഇപ്പൊ ചില ആളുകൾ ദേഷ്യപ്പെടുന്നവരുണ്ട്, ചില ആളുകൾ എപ്പോഴും ഒന്ന് കുറ്റം പറയുന്നവരുണ്ട്. അത് ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഓർഗനൈസേഷണൽ ബിഹേവിയർ വളരെ രസകരമാണ്. അത് വ്യക്തികളുടെ ഇടപാടുകള്, സാമ്പത്തിക തകർച്ചകള്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് കാര്യങ്ങള് എന്ന് പറഞ്ഞാൽ ഈ പദ്ധതികൾ, പ്രോജക്റ്റ് ഇംപ്ലിമെന്റ്, ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. നമുക്ക് അവിടുത്തെ ഫാനും ലൈറ്റും ഇലക്ട്രിസിറ്റിയും വാട്ടർ ടാങ്കും ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിന് ഒരാളിനെ ഏൽപ്പിച്ചാൽ മതി. പക്ഷെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യനെ കൈകാര്യം ചെയ്യുക, അവന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ചില ആളുകൾ ലീഡർഷിപ്പിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്ന ലീഡർ അത് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ പലരുടെയും ഭാവി അപകടത്തിലാവും. മറ്റേ വ്യക്തിക്ക് അറിയത്തില്ല
എൻ്റെ ലീഡറിനെ കുറിച്ച് മറ്റവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നീട് ചെന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡർ അംഗീകരിക്കത്തില്ല. കാരണം ആദ്യത്തെ ആ വിമർശനം കേട്ടേച്ചിരിക്കുക, മോശക്കാരനാണ് ഈ വ്യക്തി എന്നുള്ളത് കേട്ടേച്ചിരിക്കുക. അപ്പൊ പിന്നെ ചെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ലീഡർ ഇങ്ങനെ ചിരിക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ ബന്ധങ്ങളിൽ വലിയ തകർച്ചയുണ്ടാകും, വിശ്വാസങ്ങളിൽ തകർച്ചയുണ്ടാകും. അതൊരു സഭയാണെങ്കിലും അങ്ങനെ സംഭവിക്കും. അപ്പം അവിടെ വേണ്ടിയ കാര്യം സമചിത്തതയോടെ വിവേകത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും എല്ലാവരോടും തുല്യമായി പ്രതികരിക്കുവാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ, ഒരു പക്വമായ മാനസികാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യണം. അതാണ് മാർക്ക് ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും തൻ്റെ സ്നേഹിതനാണ് ഈ ലീഡർ എന്ന് തോന്നണം. ആ രീതിയിലുള്ള, അപ്പൊ ഒരാള് നമുക്ക് നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. പക്ഷെ അതിനെയെല്ലാം ഫിൽട്ടർ ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങളുടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗോസ്പൽ പ്രേക്ഷയില് ഒരു ചെറിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ലീഡർ ആരെങ്കിലും വിളിച്ചൊരു കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാളിനെ കുറിച്ച് കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ചെയ്യുന്ന കാര്യം മറ്റേ ആളിനെ കൂടെ വിളിക്കും, രണ്ടുപേരും കൂടെ വിളിക്കും. ഞാൻ പുള്ളിയെ കൂടെ വിളിക്കട്ടെ, എങ്ങനെയുണ്ട് ഈ കാര്യം നമുക്ക് അങ്ങ് പറഞ്ഞു തീർക്കാൻ വരും. അപ്പൊ മറ്റേ പുള്ളിക്ക് പേടിയാവും. വേണ്ട ചെറിയച്ഛൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് ശരിയാണോ എന്ന് എൻ്റെ മുമ്പിൽ വെച്ച് മറ്റേ ആളിനോട് വിളിച്ച് ചോദിക്കുന്ന ഉടനെ ആകെ പ്രശ്നമായി. അപ്പൊ അങ്ങനെ തയ്യാറാകുമ്പോൾ പിന്നീട് ഈ കുറ്റപ്പറച്ചിൽ എന്ത് ചെയ്യും? നിർത്തും. അപ്പം എനിക്ക് മനസ്സിലാകും, എന്നെ കരുതുന്നത് പോലെ തന്നെ ഞാൻ ഈ കുറ്റം ആരെക്കുറിച്ചാണോ പറയുന്ന അദ്ദേഹത്തെയും അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. മറ്റേ വ്യക്തിക്ക് മനസ്സിലാകും, ഒരാൾ കുറ്റം പറയാൻ വന്നപ്പോൾ എന്നെ കൂടെ വിളിച്ചിട്ട് ആ കാര്യം ക്ലിയർ ചെയ്തല്ലോ. അപ്പൊ ഇത് മറ്റുള്ളവർ അറിയുമ്പോൾ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകത്തില്ല. വളരെ ട്രാൻസ്പെറൻറ്റ്. അങ്ങനെ ചില വിഷയങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് പലരും പ്രയാസത്തിലായിട്ടുണ്ട്. അപ്പൊ ചില ആളുകളുടെ കപട മുഖങ്ങളൊക്കെ, കാരണം എന്നോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും എന്നെ കുറിച്ച് മോശമായിട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ എന്നെ കൂടെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഇത്രയതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ഉടനെയാണ്, എടാ ഇത്രയും നാൾ എന്നോട് ചിരിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം എന്നെ കുറിച്ച് ഇങ്ങനെയാണല്ലോ ചെന്ന് പറഞ്ഞതെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല, അത് ഇങ്ങനെയായിരുന്നു. അപ്പം ലീഡർ പറയും, ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യം വന്ന് സത്യം അറിയാതെ പറയരുത്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതെല്ലായിടത്തും ഉള്ള ഒരു വിഷയമാണ്. ബന്ധങ്ങളെ തകർത്ത് കളയുന്ന സാത്താൻ്റെ ഒരു വലിയ തന്ത്രമായിട്ട് നമുക്ക് ഈ ഏഷണി എന്ന് പറയുന്ന പോലെയുള്ള, അത് ചില ആളുകൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, അവർക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ്, ഞാൻ മിടുക്കനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ബിഹേവിയേഴ്സ്, അതിനെയൊക്കെ വളരെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പക്വത ഒരു ലീഡറിന് ഉണ്ടായിരിക്കണം. അപ്പൊ മാർക്ക് ഓഫ് മച്യൂരിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊന്നാണ് നോയിങ് യുവർ ട്രൈറ്റ്സ്. നാലാമത്തെ കാര്യമാണ് നോയിങ് യുവർ ട്രൈറ്റ്സ്. ലീഡേഴ്സ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ലീഡർഷിപ്പിലുള്ള ആളുകൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കണം, ഇന്നോവേറ്റേഴ്സ് ആയിരിക്കണം, പുതിയ മേഖലകളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളായിരിക്കണം. They must have the ability to extend themselves. കുറച്ചും കൂടെ വളർച്ച നേടുവാൻ, കുറച്ചും കൂടെ മുമ്പോട്ട് പോകുവാനുള്ള താല്പര്യവും കഴിവും വളർത്തിയെടുക്കുവാൻ അവർക്ക് കഴിയണം. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു ഡെവലപ്പ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി ട്രൈറ്റ്, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണവിശേഷങ്ങൾ, പ്രത്യേകതകൾ, വ്യക്തിത്വ ഗുണവിശേഷങ്ങളെ അറിയുകയും അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുവാൻ കഴിയണം.
അതിനെ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് അത് ആ മേഖലയിലേക്ക് പോകുവാൻ കഴിയത്തുള്ളൂ, ആ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി പാട്ട് പാടുന്ന ആളാണ്. അപ്പം കുറെ വർഷങ്ങളായിട്ട് പാട്ട് പാടുന്ന ആളിനോട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്പിരിച്വാലിറ്റി കണ്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വർഷിപ്പ് ലീഡ് ചെയ്യണം. വർഷിപ്പ് ലീഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് പാട്ട് പാടിയാൽ മാത്രം പോരാ. അവിടെ ദൈവവചനവും ഒരു ലീഡിങ്ങിന്റെ കപ്പാസിറ്റി ഒക്കെ ഉണ്ടാകണം. അപ്പം അത് എന്തായിരിക്കും? അത് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട്, കുറച്ചും കൂടെ ഇന്നോവേറ്റീവായിട്ട് അതിനെ മനസ്സിലാക്കി, അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിന് തക്ക രീതിയിലുള്ള ഒരു ആത്മീക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് ശ്രമിച്ചു കഴിയുമ്പോൾ അയ്യോ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അനുഭവമല്ല, മറിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കുക. ദൈവമാണ് ആ അവസരം നൽകിയതെന്നുണ്ടെങ്കിൽ ഒരു വലിയ സമൂഹത്തെ ആരാധനയിൽ നയിക്കുവാനുള്ള കഴിവുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ദൈവം തരുന്ന അവസരമാണെങ്കിൽ അതിനെ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നിലയാണ്. നോർത്ത് ഇന്ത്യയിലോട്ട് പോയി ഒരു മിനിസ്ട്രിക്ക് വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് എവിടെയെങ്കിലും ഗ്രാമത്തിൽ പോയി ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷിപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രാർത്ഥിക്കാത്തവരും പ്രാർത്ഥിക്കും. കാരണം അവർ വന്ന് നിൽക്കുവാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ആരാധന കഴിഞ്ഞാൽ അവിടുത്തെ വിശ്വാസികൾ പിരിഞ്ഞു പോകത്തില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അവരെന്ത് ചെയ്യും? അന്ന് വന്ന ഗസ്റ്റ് പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ, തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ചു കൊടുക്കാൻ, അവരുടെ വിഷയങ്ങളുമായിട്ട് അവർ ക്യൂ നിൽക്കുക. എനിക്കൊക്കത്തില്ലെന്ന് പറയാനൊന്നും അന്നേരം അവസരമില്ല, പ്രാർത്ഥിച്ചേ പറ്റൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഒരു എക്സ്റ്റൻഷനാണ്. കാരണം നമുക്കൊരു വേദി, അവസരം കർത്താവ് നൽകുകയാണ്. അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എപ്പോഴും നമ്മൾ വളർത്തിയെടുക്കാൻ, പുതിയ മേഖലകൾ ചെയ്യുവാൻ, പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കമുള്ളവരായിരിക്കണം. അപ്പൊ ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ അവസരങ്ങൾ അനുസരിച്ച് നമ്മൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്കതിനെ വളർത്തിയെടുക്കുവാൻ കഴിയും. നമുക്കതിനുള്ള അവസരങ്ങൾ ദൈവം തരും. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, ആ ശുശ്രൂഷയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പൊ അതിന് ചില ട്രേറ്റ്സ് ഞാൻ പറയാം. സം ട്രേറ്റ്സ് ആർ കോമൺ ടു ഓൾ. ചില ട്രേറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിരിക്കും. സ്പിരിച്വൽ ലീഡേഴ്സിന്. എന്നാൽ ചില ആളുകൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള പ്രത്യേകതയും ആയിരിക്കും. ഒന്നാമത്തെ കാര്യം എന്തൂസിയാസം, ഉത്സാഹിയായിരിക്കുക, അത്യുത്സാഹമുള്ള ആളായിരിക്കുക. ആത്മീക കാര്യങ്ങളിൽ, സഭയുടെ കാര്യങ്ങളിൽ ഒക്കെ എന്തൂസിയാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എന്തൂസിയാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. ഇപ്പൊ ഒരു രോഗിയായിട്ടുള്ള ഒരാളുണ്ട്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് എന്താണ്? ഒരു എന്തൂസിയാസമാണ്. ശുഭാപ്തി വിശ്വാസം എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും, ദൈവം സൗഖ്യം കൊടുക്കും. അതാണ് ശുഭാപ്തി വിശ്വാസം. അശുഭാപ്തിയോ എന്താണ്? പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് പോകാം. ഇതാണ് വ്യത്യാസം. ആത്മീയ കാര്യങ്ങൾ എന്തൂസിയാസം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രേറ്റ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അശുഭാപ്തി വിശ്വാസമുള്ള, നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരു വ്യക്തിയും ഒരിക്കൽ പോലും ഒരു ലീഡറായിട്ടില്ല. ശുഭാപ്തി വിശ്വാസമുള്ള, ആശകളുള്ള, പ്രത്യാശയുള്ള ആളുകളാണ് നേതാക്കന്മാരായി വന്നു, ലീഡേഴ്സായി വന്നു. ഇങ്ങനെ ഒരു വാചകമുണ്ട്: ദ പെസിമിസ്റ്റ് സീസ് ഡിഫിക്കൽറ്റി ഇൻ എവറി ഓപ്പർച്യൂണിറ്റി. അശുഭാപ്തി വിശ്വാസമുള്ള ആള് എല്ലാ ഓപ്പർച്യൂണിറ്റിയുടെയും മുമ്പിൽ ഒരു ഡിഫിക്കൽറ്റി കാണും. ഏത് കാര്യം പറഞ്ഞാലും അതിന് പൈസ നമ്മുടെ കയ്യിലില്ല, അതിനുള്ള ആളിനെ നമുക്ക് കിട്ടത്തില്ല, ആ കാര്യം ഇപ്പൊ ചെയ്യാൻ പോയാൽ മറ്റു പല കാര്യങ്ങളും നടക്കത്തില്ല.
അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അശുഭാപ്തി വിശ്വാസമുള്ള ഒരു പെസിമിസ്റ്റ് ആയിട്ടുള്ള ആൾ എപ്പോഴും അതിനകത്തുള്ള ഡിഫിക്കൽറ്റിയെയാണ് കാണുന്നത്. The pessimist sees a difficulty in every opportunity. എന്നാൽ the optimist, ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തി, sees an opportunity in every difficulty. എല്ലാ പ്രതിസന്ധിയിലും ഒരു സാധ്യതയാണ് ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ലീഡറാണ്. പ്രശ്നങ്ങൾ വന്നോട്ടെ, ആ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ഒരു ശുഭാപ്തി വിശ്വാസം. അപ്പൊ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുക. വേറൊരു വാചകം ഇങ്ങനെയുണ്ട്: ആൻ ഒപ്റ്റിമിസ്റ്റ് ലാസ്റ്റ് ടു ഫോർഗെറ്റ്. ചില കാര്യങ്ങളൊക്കെ മറന്നു കളയാൻ വേണ്ടി ഒപ്റ്റിമിസ്റ്റ് ചിലപ്പോൾ വലിയ വായിൽ ചിരിച്ചെന്നു വരും. പക്ഷേ പെസിമിസ്റ്റ് ചിരിക്കാൻ തന്നെ മറക്കുന്നു എന്നുള്ളത്. A pessimist forgets to laugh. അപ്പൊ ലീഡർ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും എന്തൂസിയാസം വളർത്താനും കഴിയുന്ന, അതാണ് ഒരു പേഴ്സണൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ തന്നെ പരിശോധിച്ച് വളർത്തിയത്. സെക്കൻഡ്, ട്രസ്റ്റ് വർത്തിനെസ് ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ച കൂട്ടത്തിലുള്ളതാണ്. എ ക്രിസ്ത്യൻ ലീഡർ ഈസ് ഹോണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് വിത്ത് ഓൾ ഹിസ് ഡീലിങ്സ് ആൻഡ് റിലേഷൻഷിപ്സ്. എൻ്റെ എല്ലാ ഡീലിങ്സിലും, ബന്ധങ്ങളിലും താൻ സുതാര്യതയുള്ളവനും വിശ്വസ്തനുമായിരിക്കണം. എല്ലാ ബന്ധങ്ങളിലും. അതാണ് ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളിനെ മാത്രമേ മറ്റുള്ളവർ വിശ്വസിക്കത്തുള്ളൂ. എ ലീഡർ must be worthy of the trust of those who follow. അനുയായികൾക്ക്, നമ്മോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നമ്മെ വിശ്വസിക്കാൻ കഴിയണം. ദൈവത്തിനും നമ്മെ വിശ്വസിക്കാൻ കഴിയും. എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട്. അതെല്ലാ മേഖലകളിലും ദൈവം നമ്മെ വിശ്വസ്തനെന്ന് എണ്ണുന്നു. മറ്റുള്ളവരും നമ്മെ വിശ്വസ്തനായിട്ട്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിട്ട് നമ്മെ, വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ എന്തോ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിട്ട് നമ്മെ മനസ്സിലാക്കണം, അവരംഗീകരിക്കണം. ട്രസ്റ്റ് വർത്തിനെസ്. മൂന്നാമതായിട്ട്, സ്പിരിച്വൽ ലീഡർ ഈസ് ഡിസിപ്ലിൻഡ്. ശിക്ഷണമുള്ളവനായിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അവരുടെ ജീവിതത്തിനൊരു ഓർഡർ ഉണ്ടായിരിക്കണം. ജീവിതത്തിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. സ്പിരിച്വൽ ലീഡർ ഈസ് ഡിസിപ്ലിൻഡ്. He is able to lead others because he has conquered himself and has been conquered by Christ. കർത്താവിന് കീഴടങ്ങുകയും കർത്താവിനാൽ പിടിക്കപ്പെടുകയും ചെയ്തവനായതുകൊണ്ട് അവൻ മറ്റുള്ളവരെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിവുള്ളവനായിത്തീരുന്നു. കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ യോഗ്യതയുള്ളവനായിത്തീരും. സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. നാലാമത്തെ കാര്യം, എ ലീഡർ ഹാസ് കോൺഫിഡൻസ്. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇഫ് എ ലീഡർ ഡസ് നോട്ട് ബിലീവ് ഇൻ ഹിംസെൽഫ്, നോ വൺ എൽസ് വിൽ. തന്നിൽ തന്നെ അവന് വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആരും തന്നെ വിശ്വസിക്കത്തില്ല. ആരും തന്നെ വിശ്വസിക്കത്തില്ല. എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ആരും തന്നെ വിശ്വസിക്കത്തില്ല. കോൺഫിഡൻസ് ഇല്ല. നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇതപ്പം തീർക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള അനിശ്ചിതത്വങ്ങളുള്ള ആ അനിശ്ചിതത്വങ്ങളൊക്കെ മാറ്റിവെക്കുന്നതാണ് നമ്മുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്.
അഞ്ചാമത്തെ കാര്യം ഡിസിസീവ്നെസ് ആണ്. When all the facts are in sit and clear decision is mark of a true leader. എല്ലാ കാര്യങ്ങളും വേഗതയുള്ളതും വ്യക്തതയുള്ളതും ആയ തീരുമാനങ്ങളിലാണ് മുമ്പോട്ട് പോകേണ്ടത്. വ്യക്തതയുള്ള തീരുമാനങ്ങൾ. നമ്മുടെ ഒരു പ്രാർത്ഥന തുടങ്ങുന്നതാണെങ്കിലും നമ്മൾ എങ്ങനെ പറയുന്നത്, ഇന്ന് വൈകിട്ട് പ്രാർത്ഥന ഉണ്ടായിരിക്കും, ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് തുടങ്ങും അല്ലേ? ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പോലെ 7-7:30 ആകുമ്പോഴത്തേക്ക് ആളുകൾ വരത്തുള്ളൂ. വ്യക്തത ഉണ്ടാകണം. കൃത്യം 6 മണിക്ക് നമ്മുടെ മീറ്റിംഗ് തുടങ്ങും. എല്ലാവരും ആ സമയത്ത് എത്തിയിരിക്കണം, ആ സമയത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിയിരിക്കണം. സ്വിഫ്റ്റ് ആൻഡ് ക്ലിയർ ഡിസിഷൻസ് മാർക്ക് ഓഫ് എ ട്രൂ ലീഡർ. ഒരു ടൈം മാനേജ്മെന്റിന്റെ ഒരു അതോറിറ്റി ആയിരിക്കണം ഒരു ലീഡർ. എപ്പോഴും ഒരു ലീഡറിന് ഉണ്ടാകാവുന്ന പ്രലോഭനം, ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷനാണ്. കാര്യങ്ങളെ മാറ്റിവെക്കാൻ പ്രേരിതനാകുക. അതിപ്പം വേണ്ട, അത് പിന്നെ മതി, അത് പിന്നെ മതി, അത് പിന്നെ മതി. പ്രോക്രാസ്റ്റിനേഷൻ പലപ്പോഴും നമ്മുടെ ഡിസിഷൻസിനെ തീരുമാനമെടുക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകും, തീരുമാനമാക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പം അത് നമ്മുടെ ലീഡിങ് കപ്പാസിറ്റിയെ, നമ്മുടെ ഗ്രോത്തിനെ, സ്റ്റെബിലിറ്റിയെ എല്ലാം ബാധിക്കുന്ന കാര്യമാണ്. ആറാമത്തെ കാര്യം കറേജ് ആണ്. കറേജ്, ധൈര്യശാലിയാകുക. Courage of the highest order is demanded of spiritual leader. The highest degree of courage is seen in the person who is the most fearful but refuses to capitulate to the fear. തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല പ്രാപിച്ചിരിക്കുന്നത്. അത് പറയുന്നതിന് കാരണം താന് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടം, മറ്റുള്ള ആളുകൾ തന്നെ മാറ്റി നിർത്തുവാനും ഭയപ്പെടുത്തുവാനും ഒക്കെ ശ്രമിക്കുന്ന യുവാവായിട്ടുള്ള തിമോത്തിയോസിനോടാ പറയുന്നത്, നീ ധൈര്യശാലിയായിട്ടിരിക്കണം, കാരണം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നാം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആറാമത്തെ ട്രൈറ്റ് എന്ന് പറയുന്നത് കറേജാണ്. കറേജസ് ആയിരിക്കും. ഏഴാമത്തെ കാര്യം, ഫൈനലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അൺസെൽഫിഷ്നെസ് ആണ്. This is demonstrated by that leader who can forget his own needs in the interests of others. മറ്റുള്ളവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളുടെയും മുമ്പിൽ തൻ്റെ കാര്യങ്ങൾ, തൻ്റെ സ്വന്തം ആവശ്യങ്ങളെ പോലും അവഗണിക്കുവാൻ കഴിയുന്ന ഒരു സ്വഭാവം. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്നുള്ള ഒരു ചിന്ത ഫോളോവേഴ്സിനുണ്ടാകും. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാവരുത് എന്നാണ് അതിൻ്റെ അർത്ഥം.
സെൽഫിഷായിട്ടുള്ള, സ്വാർത്ഥനായിട്ടുള്ള ഒരു ലീഡറിനെ ആരും ഇഷ്ടപ്പെടത്തില്ല. കാരണം അദ്ദേഹം എല്ലാവരെയും തനിക്ക് വേണ്ടി യൂസ് ചെയ്യുകയായിരിക്കും. എന്നാൽ അൺസെൽഫിഷായിട്ടുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത് താൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കപ്പെടുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുക. അപ്പൊ നോയിങ് യുവർ ട്രൈറ്റ്സിനകത്ത് 7 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, എന്തൂസിയാസം. 2, ട്രസ്റ്റ് വർത്തിനെസ്. 3, ഡിസിപ്ലിൻഡ്. 4, കോൺഫിഡൻസ്. 5, ഡിസിസീവ്നെസ്. 6, കറേജ്. 7, അൺസെൽഫിഷ്നെസ്. നമ്മൾ ഈ സെഷനിൽ നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ ലീഡർഷിപ്പ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലുക്ക് ഇൻസൈഡ്. ലുക്ക് ഇൻസൈഡ്, നമ്മെ തന്നെ നാം ഉള്ളിലോട്ട് നോക്കി ആത്മവിശ്വാസം ഉള്ളവരാകുക. 2, റെക്കഗ്നൈസിങ് യുവർ ഐഡന്റിറ്റി, നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ വ്യക്തിത്വത്തെ മാർക്ക് ചെയ്യുക, അംഗീകരിക്കുക. 3ാമതായിട്ട് മാർക്ക് ഓഫ് മച്യൂരിറ്റി, പക്വതയിലേക്ക് വരിക. 4ാമതായിട്ട് നോയിങ് യുവർ ട്രെയ്റ്റ്സ്, നിങ്ങളുടെ വ്യക്തിത്വ വിശേഷങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ബ്രേക്കാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. താങ്ക് യു. അടുത്തത് ലൈഫ് സ്റ്റൈൽ ഓഫ് എ ലീഡറാണ്. ലൈഫ് സ്റ്റൈൽ ഓഫ് എ ലീഡർ. പേഴ്സണാലിറ്റി ഓഫ് ദ ലീഡറാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള അതിന്റെ മറ്റൊരു വശമാണ് ലീഡറിന്റെ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് ശുശ്രൂഷാപരമായ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ തന്റെ ജീവിതം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. റെഫറൻസ് ഒന്നുകൂടെ പറയാം സാറേ. 1 തിമോത്തിയോസ് 4-ന്റെ 11. 11-ഉം 12. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. അപ്പൊ പൗലോസ് തിമോത്തിയോസിനോട് ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ഫെയ്ത്ത്ഫുൾ ഇൻ ടീച്ചിങ് മിനിസ്ട്രി ആൻഡ് പേഴ്സണൽ ലൈഫ്. ഉപദേശിക്കുന്നതിലും വ്യക്തിപരമായ ജീവിതത്തിലും വിശ്വസ്തനായിരിക്കുക. ബി ഫെയ്ത്ത്ഫുൾ ഇൻ ടീച്ചിങ് മിനിസ്ട്രി ആൻഡ് പേഴ്സണൽ ലൈഫ്. അപ്പൊ തിമോത്തിയോസിനോട് ഇത് പറയുന്ന സമയം തിമോത്തിയോസ് ഒരു യുവ നേതാവാണ്. മുപ്പത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമില്ല. പക്ഷെ തൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെക്കാൾ പ്രായക്കൂടുതലുള്ള ആളുകളുണ്ട്.
അപ്പോൾ ഒരു പുതിയ ശിഷ്യനല്ല തിമോത്തിയോസ്, ഒരു പുതിയ ശിഷ്യനല്ല, എന്നാൽ പ്രായം കുറഞ്ഞ ശിഷ്യനാണ്. പൗലോസിനോടൊപ്പം യാത്ര ചെയ്തും ശുശ്രൂഷിച്ചും ശുശ്രൂഷാ പരിജ്ഞാനം നേടിയ ഒരാളാണ് തിമോത്തിയോസ്. എന്നാൽ എഫേസോസിൽ തന്നെക്കാൾ പ്രായം കൂടിയ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഒരു യുവ നേതാവായ ശുശ്രൂഷകനെ അത്ര വകവെച്ചു കൊടുക്കുന്നതിൽ സഭാ വിശ്വാസികൾ താല്പര്യപ്പെട്ടില്ല. അവനൊരു യുവാവാണ്, ഒരു പയ്യനാണ് എന്നുള്ള നിലയിലുള്ള ഒരു അവഗണന തിമോത്തിയോസ് നേരിട്ടിട്ടുണ്ട്. അപ്പൊ പ്രായക്കൂടുതലുള്ള ധാരാളം ആളുകൾ തന്നെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് പൗലോസ് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ദുരുപദേഷ്ടാക്കന്മാരായിട്ടുള്ള ആളുകൾ, ഫാൾസ് ടീച്ചേഴ്സ്. തിമോത്തിയോസ് ഒരു യുവാവാണ് എന്നുള്ള നിലയിൽ തിമോത്തിയോസിനെതിരെ ധാരാളം വിമർശന ശരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പരിജ്ഞാനമില്ല, പഠിപ്പിക്കാൻ അറിയത്തില്ല, പറയുന്നതൊന്നും ശരിയല്ല, അങ്ങനെയൊക്കെയുള്ള ധാരാളം വിമർശനങ്ങൾ താൻ ഏറ്റിട്ടുണ്ട്. അപ്പൊ തിമോത്തിയോസിന് അറിയാമായിരുന്നു, പൗലോസുമായിട്ടുള്ള ബന്ധത്തിൽ തിമോത്തിയോസിന് അറിയാമായിരുന്നു ഒരു സഭയെ മുമ്പോട്ട് നയിക്കുന്ന ഒരു രംഗത്ത് അധികാരത്തിന്റെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അടിച്ചേൽപ്പിക്കലുകൾ കൊണ്ട് ഒരു സഭയെ കൺട്രോൾ ചെയ്യുവാൻ കഴിയത്തില്ല എന്ന്, അത് ശരിയായ മാർഗമല്ല എന്ന് തിമോത്തിയോസിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനെ ഒരു പ്രാവശ്യം കൂടെ അഡ്വൈസ് ചെയ്യുന്നത്, നിന്റെ ജീവിത മാതൃക കൊണ്ട് നീ എന്ത് ചെയ്യണം? നേതൃത്വം കൊടുക്കണം. Paul has advised him that under the covenant of grace in Jesus Christ, he ought to lead primarily by example. തന്റെ മാതൃക കൊണ്ട് താൻ എന്ത് ചെയ്യണം? ലീഡ് ചെയ്യണം. അന്നേരം ഓർക്കും, ഒരു ആധികാരികതയൊന്നും ഒരു ലീഡറിനില്ലേ? ഒരു ആധികാരികത ലീഡറിനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ലീഡറിന് ആധികാരികതയുണ്ട്. അത് നമ്മൾ ഇവിടെ വായിക്കുന്ന ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഇത് നീ ആജ്ഞാപിക്കുക, ഉപദേശിക്കുക. കമാൻഡ്, ഓർഡർ. അപ്പൊ കമാൻഡ് ചെയ്യുവാനും ഓർഡർ ഇടുവാനും ഒക്കെയുള്ള അധികാരമുണ്ട്. 2 തിമോത്തിയോസ് 1:7 അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ ഭയപ്പെട്ടുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ജീവിത മാതൃക കൊണ്ട് നയിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് പൗലോസിന് എപ്പോഴും ഈ അധികാരത്തെ എക്സസൈസ് ചെയ്യുന്ന, ഇമ്പോസ് ചെയ്യുന്ന ഒരു രീതിയോട് താല്പര്യമില്ലായിരുന്നു. അനുയായികളുടെ മേൽ, വിശ്വാസികളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ലീഡർഷിപ്പിനോട് പൗലോസിന് താല്പര്യമില്ലായിരുന്നു. പൗലോസ് അതേ കാര്യം തന്നെയാണ് തിമോത്തിയോസിനെയും പഠിപ്പിച്ചത്. അതുകൊണ്ട് തിമോത്തിയോസ് എന്ത് ചെയ്യണം? സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ ബിലീവേഴ്സ് ഇൻ സ്പീച്ച്, ഇൻ ലൈഫ്, ഇൻ ലവ്, ഇൻ ഫെയ്ത്ത് ആൻഡ് ഇൻ പ്യൂരിറ്റി.
Set an example for the believers in speech, in life, in love, in faith, and in purity. അതാണ് വായിക്കുന്നത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. എക്സാമ്പിൾ അല്ലേ? മാതൃക. എക്സാമ്പിൾ, മാതൃക. എക്സാമ്പിൾ എന്നുള്ളതിന്റെ മൂലഭാഷയിലുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടൂപ്പോസ് എന്നാണ്. TUPOS. ടൂപ്പോസ് എന്ന് പറഞ്ഞ ടൈപ്പ് എന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ടൈപ്പ് എന്നാണ്. അപ്പൊ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ടൈപ്പ് റൈറ്റർ ഉണ്ടല്ലേ? ടൈപ്പ് റൈറ്റർ എന്തുവാ ചെയ്യുന്നത്? ടൈപ്പ് റൈറ്ററിന്റെ ആ പ്രസ് ചെയ്യുന്ന ഭാഗത്ത് അതിന്റെ മുകളിൽ ഒരു ടൈപ്പ് ഉണ്ട്. എ എന്നൊരു ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ആ പേപ്പറിലോട്ട് ചെന്ന് ടക്ക് എന്ന് പറഞ്ഞ് അടിക്കുക. അപ്പൊ അവിടെ എന്തുവാ പതിയുന്നത്? ഈ ദണ്ഡയിലുള്ള, ഈ കമ്പിയിലുള്ള ടൈപ്പിന്റെ അതേ രൂപം തന്നെയാണ് അവിടെ ചെന്ന് പതിക്കുന്നത്. എക്സാമ്പിൾ. ഒരു മോൾഡ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. മോൾഡ്, മഹാത്മാഗാന്ധിയുടെ ഒക്കെ രൂപം ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ആദ്യമേ അതിനൊരു മോൾഡ് ഉണ്ടാകും, ഒരു മോഡൽ ഉണ്ടാകും. ആ മോഡലിനകത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അത് എടുത്തു കഴിയുമ്പോൾ ഒരു ഗാന്ധിയുടെ രൂപം കിട്ടുക. അതാണ് ടൈപ്പ്. എക്സാമ്പിൾ. സാറേ, ഞാൻ ലെഫ്റ്റ് ആവുകയാണേ. ഇവിടെ ഒരു ദേവദാസനൊക്കെ വന്നു. ഓക്കെ. അതാണ് ഒരു മോഡൽ അല്ലെ? ഒരു മോഡൽ. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന മാതൃക. അപ്പൊ നിങ്ങൾ അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഞങ്ങളുടെ സ്ഥലത്തോട്ട് വരിക. ഞാൻ പറയണ കോട്ടയത്ത് താമസിക്കുന്നത്, കോട്ടയത്ത് ചിങ്ങവനത്താണ്. ചിങ്ങവനത്തുനിന്ന് ഇന്ന വഴിയോട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ യാതൊരു അർത്ഥം അറിയത്തില്ല. കോട്ടയം എന്തുവാന്ന് അറിയത്തില്ല, ചിങ്ങവനം എവിടാന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ പറയും, ഞാൻ ഒരാളിനെ റെയിൽവേ സ്റ്റേഷനിൽ വിടാം. ചുവന്ന കാറാണ്. അപ്പൊ നിങ്ങളുടെ വണ്ടിയില് ആ വണ്ടിയുടെ കൂടിഞ്ഞ് പോന്നാൽ മതി. അപ്പൊ അവിടെ ഇവര് വന്നിറങ്ങിയ സമയത്ത് തന്നെ ചുവന്ന കാറ് കണ്ടു, ഞാൻ വിട്ട ആളിനെ കണ്ടു. അവരവരുടെ വണ്ടിയെ കയറി. ഈ വിട്ടാള് പറഞ്ഞു എൻ്റെ വണ്ടിയുടെ കൂടെ വന്നാൽ മതി. അപ്പൊ ഈ വണ്ടി മുന്നോട്ട് പോരുകയാണ്. അപ്പോൾ നേരെ അത് ചിങ്ങവനത്ത് വന്നു. അതിന് പരുത്തുംപാറയ്ക്കുള്ള വഴിയെ, പനച്ചിക്കാടിനുള്ള വഴിയെ തിരിഞ്ഞു. പരുത്തുംപാറ വന്നിട്ട് ഇങ്ങോട്ട് വന്നു. അത് ഞാലിയാകുഴിക്കുള്ള വഴിയെ തിരിഞ്ഞു. അത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് വെള്ളുതുരുത്തിക്കുള്ള വഴിയെ തിരിഞ്ഞു. ആ വണ്ടി വന്ന് ഞങ്ങളുടെ വീടിന്റെ അവിടെ കൊണ്ട് നിർത്തി. അതിന്റെ പുറകെ മറ്റേ വണ്ടി ഇങ്ങോട്ട് നിർത്തി. സോ കൃത്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ, ഫോളോ ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായി. വഴിയൊന്നും തെറ്റിയില്ല, കൃത്യമായിട്ട് തന്നെ വീട്ടിൽ. സോ ഫോളോ ചെയ്ത് കൃത്യസ്ഥലത്തെത്തുവാൻ, കൃത്യതയിൽ എത്തുവാൻ കഴിയുന്ന ഒരു മാതൃക, അതാണ് എക്സാമ്പിൾ. അപ്പൊ എന്തോത്തിലൊക്കെയാണ് ഇനി എക്സാമ്പിൾ ആയിട്ട് ഇരിക്കേണ്ടത്? എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തത്തക്ക രീതിയിൽ എക്സാമ്പിൾ ആയിട്ട് ഇരിക്കേണ്ട എന്തോതിലൊക്കെയാണ്? സ്പീച്ച്, ഇൻ ലൈഫ്, ഇൻ ലവ്, ഇൻ ഫെയ്ത്ത് ആൻഡ് ഇൻ പ്യൂരിറ്റി. സോ ഒന്നാമതായിട്ട് ബി എ മോഡൽ ഇൻ സ്പീച്ച്. വാക്കിൽ മാതൃകയായിരിക്കണം.
വാക്കിൽ മാതൃകയായിരിക്കണം. വാക്കിൽ മാതൃകയായിരിക്കണം എന്ന് പറയുന്നത് പ്രസംഗത്തെക്കുറിച്ചല്ല. പ്രസംഗത്തെക്കുറിച്ചല്ല. പ്രസംഗത്തിന് കയറുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ദൈവം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പ്രസംഗിക്കുമ്പോൾ നമ്മൾ വളരെ മിടുക്കന്മാരാണ്, വളരെ നല്ല ആളുകളാണ്. പക്ഷേ ഇത് ഡേ ടു ഡേ ലൈഫ് കോൺവെർസേഷനെ കുറിച്ചും കൂടെയാണ്. ഡേ ടു ഡേ ലൈഫ് കോൺവെർസേഷൻ റാദർ ദാൻ ദ മിനിസ്ട്രി ഓഫ് പ്രീച്ചിങ്. വചന ശുശ്രൂഷയെ കുറിച്ച് ഉള്ളതിനേക്കാൾ ഡേ ടു ഡേ ലൈഫിന്റെ സംഭാഷണങ്ങളെ കുറിച്ചാണ് നീ വാക്കിൽ മാതൃകയായിരിക്കണം എന്ന് പറയുന്നു. മൗത്ത് സ്പീക്സ് വാട്ട് ദ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹൃദയം നിറയുന്നതാണ് വായ സംസാരിക്കുന്നത്, നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ, നമ്മുടെ വാക്കുകളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുവാൻ ശീലിക്കണം. മാതൃകയായിരിക്കത്തക്ക രീതിയിലുള്ള സംഭാഷണങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഓരോ സിറ്റുവേഷനിലും എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പരിശീലിക്കണം, ചിന്തിച്ച് പരിശീലിക്കണം. കാരണം ഒരു ലീഡറിന്റെ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ലീഡറിന്റെ അഭിപ്രായം, താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ ഇതൊക്കത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു മോശമായ കാര്യം വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീരും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള മറുപടി കിട്ടും, അവിടെ കൊണ്ട് അവസാനിച്ചു. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആവശ്യമില്ലാത്തൊരു വാക്കാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ചാനലുകാർക്ക് പിന്നെ ഭയങ്കര പ്രശ്നമായി. അവര് വന്നു, ഇവര് വന്നു, ചർച്ച വന്നു, ട്രോള് വന്നു, ഫേസ്ബുക്കിനകത്തെല്ലാം അങ്ങ് നിറയും. പിന്നെ ലീഡർ തന്റെ വാക്കുകൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. പണ്ട് പിണറായി വിജയൻ ഏതോ ഒരു വിഷയം ഉണ്ടായപ്പോഴാണെന്ന് തോന്നുന്നു മെത്രാന്മാരെയൊക്കെ നികൃഷ്ട ജീവികളെന്ന് കണ്ടെന്ന് പറഞ്ഞു. ഇന്നും മനുഷ്യൻ മറന്നിട്ടില്ല. 3-4 വർഷമായിട്ട് ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. നമുക്കറിയാമല്ലോ, ഇന്നിപ്പോ ലീഡേഴ്സിന്റെ ഒക്കെ വാക്കുകൾ ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ലീഡേഴ്സിന്റെ വാക്കുകളിലാണ് അനുയായികൾ വിശ്വാസം അർപ്പിക്കുന്നത്. അവർ വാക്കിൽ തെറ്റുമ്പോൾ അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, ക്രെഡിബിലിറ്റി ഇല്ലാതെയാകുന്നു, അനിശ്ചിതത്വം ഉണ്ടാകുന്നു, അവരുടെ പ്രശ്നങ്ങളാകും. ദ ക്വാളിറ്റി ഓഫ് ഹിസ് സ്പീച്ച് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഹി മസ്റ്റ് കോൺസ്റ്റന്റ്ലി ആസ്ക് ഹിംസെൽഫ് സം ക്വസ്റ്റ്യൻസ്. ഒരു ലീഡറിന്റെ വാക്കുകൾ എപ്പോഴും വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തുടർച്ചയായി തന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഒന്ന്, ഡസ് ഇറ്റ് റെപ്രസെന്റ് മൈ ലോർഡ് ഇൻ വെൽ മാനർ? ഞാൻ ഈ പറയുന്ന വാക്കുകൾ എൻ്റെ കർത്താവിനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കുമോ? കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കുമോ? കർത്താവിനെ പ്രദർശിപ്പിക്കുന്നതായിരിക്കുമോ? കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കുമോ? 2, ഡസ് ഇറ്റ് അപ്ഹോൾഡ് റൈച്ചസ്നെസ്? ഇത് നീതിയുള്ളതാണോ? നീതിയുക്തമായ കാര്യമാണോ ഞാൻ ഈ പറയുന്നത്? ഡസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ലവ്? ഈ പറയുന്ന കാര്യം സ്നേഹം പങ്കുവെക്കുന്നുണ്ടോ? ഡസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ലവ്? ഇത് സ്നേഹം പങ്കുവെക്കുന്നുണ്ടോ? ഡസ് വാട്ട് ഐ സേ ജഡ്ജ് സിൻ? അത് പാപത്തെ ശാസിക്കുന്നതാണോ
അതോ പാപത്തെ അംഗീകരിക്കുന്നതാണോ? ഡസ് ഇറ്റ് എഡിഫൈ? അത് പ്രബോധനാത്മകമാണോ? മറ്റുള്ളവരെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുന്നതാണോ? ഡസ് ഇറ്റ് ഡ്രോ പീപ്പിൾ ടു ക്രൈസ്റ്റ്? ഇതുമൂലം ആളുകൾ കർത്താവിങ്കിലേക്ക് കടന്നു വരുവാൻ, കർത്താവിനെ അറിയുവാൻ ഇടയാകുന്നതാണ്. അപ്പോൾ ഒരു വാക്ക് ലീഡർ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട മേഖലകളാണ്. ചോദ്യം തന്നോട് തന്നെ ചോദിക്കണം. ഞാനിപ്പോൾ ഈ കാര്യം പറയേണ്ടതാണോ എന്ന് ചിന്തിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പണ്ട് ഒരു ചെറിയൊരു ആർട്ടിക്കിൾ യൂത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ 3 ക്വസ്റ്റ്യൻസ് മറ്റു രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ കാര്യം ഇങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ ഈ കാര്യം ഇങ്ങനെ തന്നെയാണോ പറയേണ്ടത്? ഞാൻ തന്നെയാണോ ഈ കാര്യം പറയേണ്ടത്? ചിലപ്പോൾ ആവശ്യമില്ലാത്തടത്തൊക്കെ നമ്മൾ കയറി അഭിപ്രായങ്ങൾ പറയും. മറ്റുള്ളവർ പറയേണ്ട കാര്യമായിരിക്കും. ചിലപ്പോൾ പറയേണ്ട സമയത്തായിരിക്കത്തില്ല അത് പറയുന്നത്, പറയേണ്ട രീതിയിലായിരിക്കത്തില്ല പറയുന്നത്. സോ കോൺവെർസേഷനിൽ, ഡേ ടു ഡേ ലൈഫിൽ ഇപ്പൊ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഉപ്പിന്റെ പ്രശ്നമാണല്ലോ സാധാരണ വീട്ടിലൊക്കെ ഈ സംസാരങ്ങൾ കൂടുതലുണ്ടാകുന്നു. ഉപ്പ് കൂടിപ്പോയി എന്നുള്ള പ്രശ്നം. ഉപ്പ് കൂടി. അപ്പൊ അത് പല രീതിയിലും പറയാം. ഇതെന്തോ എന്താ നീ എപ്പം ഉണ്ടാക്കിയാലും ഉപ്പായിരിക്കും ഇതിനകത്ത് മുഴുവൻ, ഇത് മനുഷ്യന് വായി വെച്ച് തിന്നാൻ കൊള്ളത്തില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഭാര്യ പറയാം, എന്നാ നിങ്ങളങ്ങ് ഉണ്ടാക്കി തിന്നു, ഞാൻ ഇനി മുതൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതേസമയം പറയാം, ഒരു ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു, അടുത്ത ദിവസം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഞാൻ നോക്കാം, ഉപ്പ് കൂടുതല അല്ലയോ? അപ്പൊ ആ ഒരു സമീപനത്തിൽ തന്നെ അതിന്റെ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോ എനിക്ക് എൻ്റെ വീട്ടിൽ ചായയോ കടുങ്കാപ്പിയോ ഒക്കെ ചില ദിവസം മധുരം ഇടാൻ മറന്നു പോകും പുള്ളിക്കാരൻ. അപ്പൊ എനിക്ക് മധുരം ഇടാത്ത ചായ കുടിക്കുന്നവർ ഇഷ്ടമോ, അപ്പൊ ഞാൻ ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടായിരിക്കും പുള്ളിക്കാരി മനസ്സിലാകുന്നത് മധുരം ഇട്ടില്ല. അയ്യോ, മധുരം ഇട്ടില്ലായിരുന്നല്ലേ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് മധുരം ഇടാത്ത ഇഷ്ടം. അയ്യോ സോറി. അപ്പം എന്നാണ് ഇതെവിടാണ് ഈ മധുരം ഇടാഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വേളം ഉണ്ടാക്കിയാലോ? ചിലപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി ഇച്ചിരി കൂടുതൽ ഇട്ടുകൊണ്ട് തരും. അത് നമുക്ക് കുടിക്കാൻ നോക്കട്ടെ. അപ്പൊ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുടുംബത്തിലായാലും സംഭാഷണത്തിലെല്ലാം വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒരു ലീഡറിനെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ മറ്റുള്ളവർക്കും അത് ബാധകമാണെങ്കിലും ലീഡർ എപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ഒരു പാസ്റ്റർ പറയുന്ന വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കും. പാസ്റ്റർക്ക് അത് പറയാമോ അങ്ങനെയൊക്കെ ചോദിക്കത്തില്ല ചില ആളുകൾ. ഞങ്ങൾക്ക് പറയാമെന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്നു. പാസ്റ്റർക്ക് അത് പറയാമോ? അതാണ് ആളുകളുടെ ചിന്താഗതി. അതുകൊണ്ട് നമ്മുടെ ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ നമ്മൾ ചിന്തിക്കണം. ഇത് കർത്താവിനെ പ്രതിനിധീകരിക്കുന്ന വാക്കാണോ? ഇത് നീതിയുക്തമായ കാര്യമാണോ ഞാൻ പറയുന്നത്? ഇത് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമാണ് ചെയ്യുന്നത്? ഇത് ഞാൻ സ്നേഹത്തിലാണോ പറയുന്നത്? അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഒരു എഡിറ്റിംഗ്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു, ഒരു എഡിറ്റിംഗ് ചെയ്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, സംസാരിക്കാം. അതൊരു കാപട്യമൊന്നുമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ മാറ്റണം നമ്മുടെ വാക്കുകളെ. അങ്ങനെ നമ്മൾ ചെയ്യും. രണ്ടാമതായിട്ട് ബി എ മോഡൽ ഇൻ ലൈഫ്. വാക്കിലും നടപ്പിലും. നടപ്പ് എന്ന് പറയുന്നത് ലൈഫാണ്. നടപ്പ് ലൈഫാണ്. അത് ജീവിതശൈലിയാണ്, അത് സ്വഭാവ ഗുണമാണ്. നടപ്പ് എന്ന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്വഭാവ ഗുണമാണ്, അത് ജീവിതശൈലിയാണ്. അപ്പൊ തിമോത്തിയോസ് തൻ്റെ ജീവിതത്തെ, തൻ്റെ സ്വഭാവത്തെ, തൻ്റെ ജീവിത ശൈലിയെ മാതൃകയാക്കി കാണിക്കണം.
സ്നേഹം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറണം. ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറണം. ലവ് വിൽ ബി ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് എക്സാംപ്ലറി ലൈഫ് സ്റ്റൈൽ. ഒന്ന് കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 1 വാക്യം. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 1 സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ. അപ്പൊ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വാചകമാണ് 1 വാക്യം. എന്നാൽ അതിന്റെ 2 പാർട്ട് നമുക്ക് വളരെ താല്പര്യമുള്ളതുമാണ്. ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ. അത് നമ്മൾ വളരെ ഊന്നൽ കൊടുക്കും. പക്ഷെ 1 ഭാഗം സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. സ്നേഹം ആചരിക്കുക. സ്നേഹം സെർമോണിയലായിട്ട് ആചരിക്കുക. സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുക. സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുക. സ്നേഹം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. അതിനുവേണ്ടിയാണ് സത്യത്തിൽ ഈ കൂട്ടായ്മ യോഗങ്ങളൊക്കെ വയ്ക്കുന്നത്. നമ്മുടെ കൂട്ടായ്മ യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭവന പ്രാർത്ഥനകള്, കോട്ടേജ് മീറ്റിംഗ്സ്, കൂട്ടായ്മകള്, മാസയോഗങ്ങള്, ഇതൊക്കെ നമ്മുടെ സഭകളിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്നേഹം കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു വീട്ടിൽ ചെല്ലുന്നു, അവിടെയുള്ള ആളുകളുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കുന്നു, അവരുടെ വിശേഷങ്ങൾ അറിയുന്നു, അവരുടെ വിശേഷങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നു. ഒരു ബർത്ത്ഡേ കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരാൾക്കൊരു വിജയം ഉണ്ടായി കാണും, അവരെ അഭിനന്ദിക്കുന്നു. അപ്പൊ അതിങ്ങനെ മാറി മാറി ഓരോ ഭവനങ്ങളിലായി കഴിയുമ്പോഴേക്കും ആ കുടുംബ ബന്ധങ്ങൾ ശക്തമാകും. പക്ഷെ പ്രശ്നം അതല്ല. എന്തെങ്കിലും കാരണവശാൽ ഒരാൾക്ക് ഒരു വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്തതിന്റെ പിന്നത്തെ ആഴ്ചയിൽ അവിടെ ഞാൻ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. കാരണം അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവർക്ക് എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അറിയുന്നില്ല. അപ്പം എന്തിനു വേണ്ടിയാണ് വെക്കുന്നത്? ടു സെലിബ്രേറ്റ് ലവ്. പക്ഷെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ആ കാര്യം. അപ്പൊ ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സ് അത് നമ്മൾ മാത്രം ശരിയായ പോരല്ലോ എന്ന് നമുക്ക് തോന്നുമല്ലേ? നമ്മൾ മാത്രം ശരിയായ പോരാ. അപ്പം നമ്മുടെ വീട്ടിൽ വരാത്തടത്ത് നമ്മൾ പോകും. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നില്ല എന്നുകൊണ്ട് നമ്മൾ കരയിച്ചിരിക്കുന്നില്ല, നമ്മൾ പോകും. പക്ഷെ നമ്മൾ പോകാതിരുന്ന ഒരു സ്ഥലത്തേക്ക് ഉണ്ടായപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അവർ വരുന്നില്ല. അപ്പൊ എന്തോ ചെയ്യും അല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മൈൻഡ് ചെയ്യാൻ പോകണ്ട. അവരെ വിളിച്ച് പറയണം, കുഞ്ഞെ ഞാൻ വരാതിരുന്നതിന്റെ കാരണം കൊണ്ടാണ്, അതിനുള്ള കഴിവുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? ഇങ്ങനെ ആ കമ്മ്യൂണിക്കേഷനിൽ കൂടെ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ബി എ മോഡൽ ഇൻ ലൈഫ്, ഇൻ ലവ് ആൻഡ് ഫെയ്ത്ത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും. വിശ്വാസം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നോ മാൻ ക്യാൻ ഹാവ് എനി മിനിസ്ട്രി വിത്തൗട്ട് ഇമൂവബിൾ ഫെയ്ത്ത്. അചഞ്ചലമായ ഒരു വിശ്വാസ മുറുകെ പിടിക്കാതെ ആർക്കും ഒരു മിനിസ്ട്രിയും ചെയ്യാനായിട്ട് കഴിയത്തില്ല. വിശ്വാസത്തിന്റെ പരിശോധനകളാണ് വിശ്വാസത്തെ തെളിയിക്കുന്നത്.
അപ്പൊ വിശ്വാസം പ്രതിസന്ധി ഇല്ലാതാക്കുകയല്ല. വിശ്വാസം പ്രതിസന്ധി ഇല്ലാതാക്കുകയല്ല. വിശ്വാസം രോഗമില്ലാതാക്കുകയല്ല. തോൽവി ഇല്ലാതാക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കും, വലിയ വിശ്വാസിയായിട്ടും രോഗിയാ അല്ലേ ചില ആളുകൾ പറയും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളായിട്ടും പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ഇങ്ങനൊക്കെ ആളുകൾ വിമർശിക്കാറുണ്ട്. വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് വിശ്വാസമുള്ള ആളിന് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. വിശ്വാസം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ തെളിയിക്കപ്പെടുന്ന ഒന്നാണ്, തെളിയിക്കപ്പെടുന്ന ദൈവാശ്രയമാണ്. അപ്പോൾ പ്രതിസന്ധികളിലൂടെയാണ് വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസത്തെ എന്ത് ചെയ്യരുത്, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോകരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നമുക്കറിയാം പത്രോസിന്റെയും യോഹന്നാന്റെയും വിഷയം എങ്ങനെയാണ് സഭ ഹാൻഡിൽ ചെയ്തതെന്ന് നമുക്കറിയാം. വളരെ ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയുള്ള പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, വിടുതൽ ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. ആ അചഞ്ചലമായ വിശ്വാസത്തിലാണ് ആ ഒരു വിടുതൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാം. മറ്റൊന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്യൂരിറ്റിയാണ്. പ്യൂരിറ്റിയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയും, നിർമ്മലത, പവിത്രത, വിശുദ്ധി, വിശുദ്ധിയിൽ, വിശുദ്ധിയിൽ മാതൃകയായിരിക്കണം. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മോറൽ പ്യൂരിറ്റിയാണ്. മോറൽ ഇംപ്യൂരിറ്റിയുടെ, ധാർമ്മിക അശുദ്ധിയുടെ എല്ലാ സാഹചര്യങ്ങളെയും അവോയ്ഡ് ചെയ്യണം. അതാണ് മാതൃക. അത് വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെയൊന്നും അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും കാണുമോന്ന് എനിക്കറിയത്തില്ല, എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ ചില പാസ്റ്റർമാർ ഇരുന്ന് പണ്ടൊക്കെ, ഇപ്പോഴാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ അങ്ങനെയൊന്നും കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ ഈ റസലിംഗ് ഉണ്ടല്ലോ, റസലിംഗ് കുഴപ്പമൊന്നുമുള്ളതല്ല. ഈ അമേരിക്കൻ ചാനലിലൊക്കെ റസലിംഗ് ഉണ്ട്, ഇടി ഗുസ്തി. ഈ വലിയ തടിയന്മാർ വന്നിട്ട് ഈ ഗ്ലൗസ് പോലുള്ള സാധനമൊക്കെ ഇട്ടിട്ട് ഇടിക്കുക, ഇടിച്ചു ഇല്ലേ, അടുത്ത ആളിനെ ഇടിച്ചിട്ട് വായിക്കൂടെ ബ്ലഡ് വരെ വരുന്ന രീതിയിൽ ഇടിച്ച് താഴെ ഇട്ടിട്ട് അയാൾ ജയിച്ചു എന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ മറ്റവൻ ചോടി എണ്ണിച്ച് വന്നിട്ട് ഇവരിട്ട് ഒരെണ്ണം കൊടുക്കും. ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ റസലിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഹരമാണ്. ഇതുകൊണ്ട് എന്തുവാ ഗുണം? ഇടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടിയാണ്, ഫൈറ്റിംഗ് ആണ്. അപ്പൊ പിന്നെ പുള്ളിക്ക് പിള്ളേരോട് പറയാൻ പറ്റുമോ സിനിമ ഇവിടെ ഇരുന്ന് കാണരുത്, ക്രിക്കറ്റ് ഇത്രയും നേരം ഇരുന്ന് കാണരുത്, ഉറക്കളച്ച്, ഇങ്ങനൊന്നും പറയാൻ ഉള്ള ഒരു ധാർമ്മികമായിട്ടുള്ളത് ഉണ്ടാവത്തില്ല. അപ്പൊ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സെക്ഷലായിട്ട് ഉള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിക്കുവാനും ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ കാണുവാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ദൈവദാസന് ഇടപെടുവാൻ പാടില്ല. അപ്പൊ ലീഡറിന്റെ മോറൽ പ്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ നോട്ടം, അവരുടെ ഭാവം, അവരുടെ ഇടപാടുകൾ, ഇതെല്ലാം സമൂഹം ശ്രദ്ധിക്കും. ചില ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ലീഡേഴ്സിന്റെ കാര്യമല്ല, കൊച്ചു കൊച്ചു ലീഡേഴ്സ് ആണെങ്കിലും
മനുഷ്യർ പഴിക്കുന്ന രീതിയിലുള്ള ചില ഇടപാടുകളൊക്കെ നടത്താറ്. അത് തെറ്റായിട്ടൊന്നും അവർക്ക് തോന്നുന്നില്ല, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളോടുള്ള ഇടപാടുകൾ, അവരോടുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അഥവാ നമ്മളല്ല ഇങ്ങനെ പക്ഷേ മാറി നിൽക്കി ഇങ്ങനൊന്നും പിള്ളേരോട് പറയല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വിഷയമാകും. ഓ, ഞാൻ എന്നെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിനൊന്നും ഇടം കൊടുക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ ആളുകളോട് ഇടപെടാൻ പാടില്ലെന്നുള്ളതാണ്. അപ്പോൾ മോറൽ പ്യൂരിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഈ പിള്ളേരുടെയൊക്കെ തോളാൽ ഇങ്ങനെ തട്ടിക്കൊണ്ട കാര്യങ്ങൾ പറയുന്നു. പെൺപിള്ളേരുടെയൊക്കെ ആണെങ്കിൽ എന്തോണ്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ. അപ്പൊ അത് സ്നേഹത്തിന്റെ വലിയൊരു കാര്യമായിട്ടൊക്കെ അവർ കാണുന്നെങ്കിലും അടുത്ത് കാണുന്ന ആളിന് ഈ പുള്ളി അത്ര ശരിയല്ലല്ലോ എന്ന് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ മാറ്റണം. അങ്ങനെയുള്ള ടച്ച് ചെയ്തുള്ള വർത്തമാനങ്ങളൊന്നും പിള്ളേരോടൊന്നും ആവശ്യമില്ല. അല്ലാതെയും പറയാമല്ലോ കാര്യം, അല്ലാതെയും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാമല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു ലീഡർ ചെയ്യേണ്ട കാര്യമാണ്. ഒരു പാസ്റ്റർ ആണെങ്കിലും ഒരു ലീഡർ ആണെങ്കിലും ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ മോറൽ പ്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്, പ്യൂരിറ്റി ആസ് ഇന്റഗ്രിറ്റി ഓഫ് ഹാർട്ട്. അത് അഭിനയമല്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്റഗ്രിറ്റി ആയിരിക്കണം. മോറൽ പ്യൂരിറ്റി ആയിരിക്കണം, ആ ഹാർട്ടിൽ നിന്നുള്ളതായിരിക്കണം. അപ്പൊ ക്രിസ്ത്യൻ ലീഡേഴ്സിൽ കാണുന്ന അത്യാഗ്രഹമാണ്, സ്വാർത്ഥത, സ്പീക്കിംഗ് ഈവിൾ ഓഫ് വൺ അനദർ, ഒരാളിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക, വെറുപ്പ് പ്രകടിപ്പിക്കുക, സ്വയമായിട്ട് പുകഴ്ത്തുക, വിഘടനം ഉണ്ടാക്കുക, അസൂയയുടെ രീതി കാണുക. ഇതൊക്കെ നമ്മൾ പലയിടങ്ങളിലും കാണുന്നത്. അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബാഹ്യമായ വലിയ കുഴപ്പങ്ങളൊന്നുമല്ല. ആള് വളരെ മാന്യനാണ്. പക്ഷെങ്കിൽ ഇന്നർ ഹാർട്ടിൽ കർത്താവ് പറഞ്ഞതുപോലെ വെള്ള തേച്ച ശവക്കല്ലറ പോലെ ഇങ്ങനെ ഇരിക്കുകയും, അത് ആ അൺഗോഡ്ലി ആയിട്ടുള്ള അങ്ങനെയുള്ള റിഫ്ലക്ഷൻസ് ഒരിക്കലും ഒരു ലീഡറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരാൾക്ക് ഇന്ന് കസേരയൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. പാവത്താനായിട്ട് മര്യാദയ്ക്ക് ഇരിക്കുന്ന ആളിന് ഒരു പക്ഷെങ്കിൽ കസേര കിട്ടിയെന്ന് വരത്തില്ല. കസേര വേണ്ടെന്ന് വയ്ക്കണം, ഇച്ചിരി പൈസ കുറയുമെന്നുള്ളതല്ലേ. അപ്പൊ സഭാരംഗങ്ങളിൽ പോലും ഇന്ന് ഈ ഒരു ഇന്റഗ്രിറ്റി ഓഫ് ഹാർട്ട് നഷ്ടപ്പെട്ടു പോയി. മറ്റുള്ള ദൈവദാസന്മാരെ കുറിച്ച്, കൗൺസിൽ മെമ്പേഴ്സിനെ കുറിച്ച്, പ്രെസ്ബിറ്ററിയിലുള്ള ആളുകളെ കുറിച്ച് ഒക്കെ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നു. അപ്പൊ അത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ചും കൂടെ നമുക്കത് വ്യക്തമാകും. വളരെ മോശമായ ഇടപാടുകളൊക്കെ ലീഡർഷിപ്പ് ലെവലിൽ, മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക, അവരെ അവോയ്ഡ് ചെയ്യുക, കുബുദ്ധികൾ, അതുപോലെ തന്നെ വ്യാജങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആളുകൾ ലീഡർഷിപ്പിലേക്കൊക്കെ വരുന്നു. അപ്പൊ അതൊക്കെ ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, എന്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് വളരെ പ്രയാസമുള്ള കാര്യമായിട്ട് കാണുന്നത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സദ്ഗുണപൂർത്തിയുള്ള പുരുഷൻ ആകും. അപ്പൊ ഇവിടെ യാക്കോബ് ഒരു വാണിംഗ് നൽകുകയാണ്. Let not many of you become teachers, knowing that we shall receive a stricter judgment.
അപ്പൊ അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞുകൊണ്ട് അനേകരും ഉപദേഷ്ടാക്കന്മാരാകരുത്, ടീച്ചേഴ്സ് ആകരുത്, ലീഡേഴ്സ് ആകരുത്. ലീഡേഴ്സ് ആകുന്നത് വളരെ മാന്യമായ ഒരു കാര്യമാണെങ്കിലും ശിക്ഷാവിധി വരുമെന്നുള്ള കാര്യം കൂടെ ഓർക്കണം. ശിക്ഷാവിധി ഉണ്ടാവും. For spiritual leaders are judged first of all by what they exemplify in character. അവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിപ്പിക്കുന്ന മാതൃക എന്താണ് എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ അവർക്ക് ന്യായവിധി ഉണ്ടാവും. അവരെ ദൈവം ന്യായം വിധിക്കും. അവരാരായി തീർന്നു എന്നുള്ളതും ന്യായവിധിയുടെ വിഷയമാണ്. പ്രസിഡന്റായോ, സെക്രട്ടറി ആയോ, അധ്യാപകനായോ, പ്രിൻസിപ്പാളായോ, ബോർഡംഗമായോ, എങ്ങനെയായി, എന്തിനു വേണ്ടിയായി, ദൈവം ചോദിക്കും. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചും ഉണ്ട്. സ്പിരിച്വൽ ലീഡേഴ്സ് വിൽ ബി ജഡ്ജ് by what they are and by what they do. അത് നിർണയിക്കുന്നത് ആ ലീഡറിന്റെ ഹൃദയം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇന്റഗ്രിറ്റി ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിന്റെ പ്യൂരിറ്റി. അതിന്റെ വെളിച്ചത്തിലാണ് ന്യായവിധി അല്ലെങ്കിൽ വിധി ഉണ്ടാകുന്നത്. നിർമ്മലത മാതൃക കാണിക്കേണ്ട ഒരു ഭാഗമാണ് നിർമ്മലത. പിന്നീട് നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിലും തിമോത്തിയോസിന്റെ ലേഖനത്തിലും ഇടയന്മാരുടെയും ഡീക്കന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും ഒക്കെ ക്വാളിറ്റീസ് നമ്മൾ പഠിച്ചതാണ്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയലേഖനമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഞാൻ ആ ഭാഗം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതും ഈ ഇന്റഗ്രിറ്റിയുടെ ഒരു പാർട്ടായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം വളരെ ഭയത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ലീഡറിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കാര്യങ്ങളാണ് തൻ്റെ ലൈഫിനെ നിയന്ത്രിക്കേണ്ടത്, ആ ശൈലിയെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് കൊണ്ടോ വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ടോ നാളെ വരെ നമ്മളെല്ലാവരും അങ്ങനെ ലീഡർമാരായി എന്ന് വരത്തില്ല. പക്ഷെങ്കിൽ അത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ദൈവാശ്രയത്തിൽ കൂടെ ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് പരിശീലിച്ച്, അതാണ് ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഡിസിപ്ലിൻഡ് ആകുക എന്ന് പറയുന്നത് അതാണ്. പേഴ്സണാലിറ്റി നമ്മൾ പഠിച്ചില്ല, ഡിസിപ്ലിൻ ചെയ്യണം. അപ്പൊ ഡിസിപ്ലിൻഡ് ആകുന്നതിലാണ് നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചത്. അപ്പൊ ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരുന്നത് വരെ നമുക്ക് പല തെറ്റുകളും ഉണ്ടാകും. എപ്പോഴും നമ്മൾ പൂർണ്ണമായി പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല. എന്നാൽ നമുക്ക് ആ പെർഫെക്ഷനിലേക്ക് വരുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതാണ് ദൈവം നമ്മെ മാനിക്കുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ താല്പര്യം എന്താണ്? ഒരു മനുഷ്യനെ കുറിച്ചും കയ്പിന്റെ പേര് ഉണ്ടാകാതെ, ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ എന്തൂസിയാസത്തോടുകൂടി, ദർശനത്തോടുകൂടി ചെയ്തെടുക്കുവാൻ ഒരു ലീഡറിന് കഴിയണം. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ്സും കൂടെ ഉണ്ട്. അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് പോർഷൻസ് നമുക്ക് പഠിക്കാം. അതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചും കൂടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ്, അതുപോലെ പ്രയർ ലൈഫ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്. അതും കൂടെ ഒരു ക്ലാസ്സും കൂടെ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മുടെ ലീഡർഷിപ്പിന്റെ ക്ലാസ് അവസാനിക്കും. അതിനുശേഷം മറ്റ് സബ്ജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാൻ കഴിയും. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ എന്തെങ്കിലും പറയാനോ ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.